കാര്യസിദ്ധി ഹനുമാൻ ടെമ്പിൾ ഡാലസിൽ എത്തിയിരിക്കുകയാണ്. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. ഈ പാർക്കിങ്ങിൽ മൊത്തം ടെസ്ലേൻ്റെ കാറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഫാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടരുത്. അതായത് 1000 കോടി ചെലവിൽ 10 ഏക്കറിൽ 34,000 സ്ക്വയർ ഫീറ്റിലുള്ള ഹ്യൂമങ്കസ് ആയിട്ടുള്ള റിലീജിയസ് സ്ട്രക്ചറാണ് ഈ ടെമ്പിൾ. ബാഹുബലി ഉണ്ടാക്കാൻ ആകെ 500 കോടിയായിട്ടുള്ളൂ. അതിൻ്റെ ഇരട്ടിയാണ് ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. അമേരിക്കേൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ബെൻസിലും മൗഡിയിലും ബുഗാട്ടിയിലും ടെസ്ലയിലൊക്കെയാണ് ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത് ഡെയിലി. ഈ ടെമ്പിളിലെ റിച്വൽസും കസ്റ്റംസും പൂജാസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ്ഫുൾ ഓഫ് പ്രീസ്റ്റുകളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുക കേട്ടോ. നാട്ടിലെ പോലെ തന്നെ ഷൂസൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം ടെമ്പിളിൽ കയറാൻ. അമേരിക്ക ആയതുകൊണ്ട് ഷൂസ് ആരും മോഷ്ടിക്കാൻ വഴിയില്ല. ഇനി നമുക്കിതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ടെമ്പിളിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ അറിയാം, ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ രാജഗോപുരം മാത്രം ഒരു 70 ഫീറ്റിൻ്റെ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. 2015 ടെക്സാസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യസിദ്ധി ഹനുമാൻ ക്ഷേത്രം, ഇതൊരു തെലുഗു ടെമ്പിളാണ്. ആന്ധ്രയും തെലുങ്കാനയും കമ്പൈൻഡ് ആയിട്ടുള്ള തെലുഗു സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെമ്പിളുകൾ ഉള്ളത് അവിടെയാണ്. ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്റർ ഉള്ളതും അവിടെയാണ്. വേറൊരു നല്ല കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ബോൺ സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻ മൈഗ്രൻസിൻ്റെ ചിൽഡ്രൻ ഇവിടെ കൊണ്ടുവരുന്നത് വഴി ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ല, പക്ഷേ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങും ബോണ്ടിനും അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സാങ്ക്ചം ഹാള്. ഇവിടെയാണ് പ്രിസൈഡിങ് ഡയറ്റി ആയിട്ടുള്ള ഹനുമാനെ ഹൗസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹനുമാൻ്റെ കൂടെ തന്നെ ഗണേശൻ്റെയും ശിവൻ്റെയും അയ്യപ്പൻ്റെയും ഒക്കെ ഡയറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഹാളിൻ്റെ പല ഭാഗങ്ങളിൽ ആളുകൾ പ്രാർത്ഥിക്കുന്നതും ചാൻറ്റ് ചെയ്യുന്നതും മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടെന്ന് ഞാൻ കേട്ടെ. ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചാറ്റിംഗ് ഓഫ് ഹനുമാൻ ചലീസ വഴി ഈ ടെമ്പിളിൽ ഒരു വേൾഡ് റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ നോട്ട്, ക്രിട്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും ഒരിക്കലും ഈ റിലീജിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് നിൽക്കാൻ പോകുന്നില്ല. പക്ഷേ കുറച്ചും കൂടി വെൽഫെയർ സ്കീമുകളൊക്കെ ഉണ്ടാവട്ടെ ഇതുവഴിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അന്നദാനം കഴിച്ച് പുറത്തിറങ്ങി.